മെട്രോയിൽ നിന്ന് ഇറങ്ങി ഏറ്റവും തിരക്കുള്ള റോഡിൽ നിന്ന് വീട്ടിലോട്ട് കയറി വീട്ടിൽ വന്ന് കതവ് തുറന്ന് വീടിനകത്തുനിന്ന് വെളിയിലേക്ക് നോക്കിയാൽ ഒരു വാട്ടർ വ്യൂവും ഒരു ഗ്രീനറി വ്യൂ ആണ് കിട്ടുന്നത്. ഹായ് എവരിവൺ, വെൽക്കം ടു റിയൽ എസ്റ്റേറ്റ് വിത്ത് അരുൺ. ഇന്ന് ഞാൻ ഇരിക്കുന്നത് പ്രൈമറിഡിയന്റെ സെയിൽസറായ മിസ്റ്റർ നിസാറിന്റെ കൂടെയാണ്. ഞാൻ ഇന്നത്തെ ഒരു ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് വീഡിയോ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്ട് ലോഞ്ച് ഇപ്പം നടന്നിട്ടുണ്ട്. മിക്കവരും ഇപ്പം മാർക്കറ്റ് അറിയാം, എന്നാൽ അതിന്റെ കൂടുതൽ ഒരു ഡീറ്റെയിലും കറണ്ട് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പം ഇന്ററാക്ട് ചെയ്യുന്നത്. നിസാർ, വെൽക്കം. എനിക്ക് ബേസിക്കലി അറിയേണ്ടത്, കാരണം എന്റെ കുറെ കസ്റ്റമർ ബേസ് നമുക്ക് പുറത്തുനിന്നുള്ളവരുണ്ട്. അപ്പൊ അവര് ഈ ബിൽഡേഴ്സിനെ കുറിച്ചും ചോദിക്കാറുണ്ട് എക്സാക്ട്ലി അവരുടെ ഒരു വർക്ക്. സിറ്റിയിലും കേരളത്തിലും ഈവൻ ഔട്ട്സൈഡിലും അത്യാവശ്യം അറിയാവുന്ന ഒരു ബ്രാൻഡാണ് പ്രൈമറിയുടെ. എന്നാലും ഈ പ്രൈമറിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ കറണ്ട് ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ഒന്ന് തരാമോ? എക്സാക്ട്ലി അരുൺ, ഞങ്ങള് കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു പ്രീമിയം സെഗ്മെന്റിൽ വില്ലാസും അപ്പാർട്ട്മെന്റ്സും ചെയ്യുന്ന ഒരു ബിൽഡറാണ്. മെയിൻലി ഞങ്ങളുടെ പ്രോജക്റ്റുകളെല്ലാം കൊച്ചിയിലാണ്. ഞങ്ങൾ ഏതാണ്ട് 15ഓളം പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ലോഞ്ച് ചെയ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ എന്നാണ് അതിൻ്റെ പേര്. അത് പേട്ട മെട്രോ സ്റ്റേഷൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ്. അതൊരു 50 സെന്റിൽ വരുന്ന ഒരു പ്രീമിയം 3 and 4 ബെഡ്റൂമിൻ്റെ ഒരു പ്രോജക്റ്റാണ്. കാരണം മിക്ക റിയൽറ്റേഴ്സും പറയുന്ന ഒരു കാര്യമാണ് വാക്കിംഗ് ഡിസ്റ്റൻസ് മെട്രോ സ്റ്റേഷൻ. ഐ തിങ്ക് ഇത് ആക്ച്വലി വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. കാരണം വാക്കിംഗ് ഡിസ്റ്റൻസ് ഇല്ല, ഇത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ നമ്മുടെ ഗേറ്റിലേക്ക് കയറാം. അത്ര അഡ്ജസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ അത്ര ക്ലോസ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അപ്പം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ലൊക്കേഷൻ. അതാണ് മെട്രോപൊളിറ്റൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ലൊക്കേഷൻ. അതായത് കൊച്ചിയിലെ ഏത് സ്ഥലത്തേക്ക് എന്ത് കണക്ടിവിറ്റി ആണെങ്കിലും ഈസിലി പോകാൻ പറ്റുന്ന, വൈറ്റില ഒരു 1 കിലോമീറ്റർ അല്ലേ, 1.5 കിലോമീറ്റേഴ്സ് വൈറ്റില ഹബ്ബ്, തൃപ്പൂണിത്തുറ, കോട്ടയം റോഡ് എല്ലാം അടുത്താണ്. 4 വർഷം പാരലൽ റോഡിലാണ് നമ്മുടെ 6 ലൈൻ റോഡ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വന്നിറങ്ങുന്നത്. ഫോറം മോൾ എത്രയുണ്ട്? ഐ തിങ്ക് ഒരു 2 കിലോമീറ്റർ, 2.5 കിലോമീറ്റർ. മേജർ പ്രൈം ലൊക്കേഷൻ. 5 മിനിറ്റ്സിൽ വൈറ്റിലെത്തും, 5 മിനിറ്റ്സിൽ ഇവിടെ എത്തും. ട്രാഫിക് ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ മെട്രോയിൽ കയറിയ 2 മിനിറ്റ്സിലെത്തും ഇതേ സ്ഥലങ്ങളിലെല്ലാം. പിന്നെ ഒരു മേജർ കാര്യമാണ് സ്കൂൾസ്. സ്കൂള് ഇപ്പം ചോയ്സ് ഇവിടുന്ന് മെട്രോയിൽ കയറിയാൽ 3rd മെട്രോ സ്റ്റേഷൻ ഗ്രിഗോറിയൻ അവിടുന്ന് അടുത്താണ്, 1.5 കിലോമീറ്റർ ആണ്. അത്രേ ഉള്ളൂ, 2 കിലോമീറ്റർ. പിന്നെ ടോക്കച്ച്, അതൊക്കെ ഈ സൈഡിലേക്ക് വന്നു ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ മാവൻസേരൂര്, അങ്ങനെ ഒരു സ്കൂളും ഉള്ള ഒരു ഏരിയ ആണ്. ആക്ച്വലി ധാരാളം സ്കൂളുകളുള്ള ഏരിയ ആണ്. ഇൻഫോ പാർക്ക് അല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ ആൾക്കാർക്ക്. ഇനിയിപ്പം സെക്കൻഡ് ഫേസ് മെട്രോ വന്നു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോഴും എല്ലാം കാര്യം. നമ്മളുടെ പ്രോജക്റ്റിന് ഒരു 3 ഇയേഴ്സ് എടുക്കും. ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, 3 ഇയേഴ്സ് എടുക്കും. 3 ഇയേഴ്സോടുകൂടി കൊച്ചിയുടെ ഫേസ് തന്നെ മാറുമല്ലോ. എപ്പോഴും പറയുന്ന ഒരു കാര്യം, കാരണം ഇപ്പോഴത്തെ ഒരു കറന്റ് സ്ട്രക്ചർ ഭയങ്കരമായിട്ട് മാറും. ഹൈവേ കണക്ടിവിറ്റി, ഹൈവേ എസ്പെഷ്യലി നെട്ടൂർ ടു അങ്കമാലി ഹൈവേ വരുമ്പോഴത്തേക്ക് കുറേ മാറ്റങ്ങൾ വരും. കാര്യം എയർപോർട്ട് ആക്സസിബിലിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് മാറുവാണ്. അത് ഫേസ് 4 ആണോ? മറ്റേ എയർപോർട്ടിന്റെ അവിടം വരെ പോകുന്ന മെട്രോ? അതെ, കാക്കനാട് വരെ ഇൻഫോ പാർക്ക് വരെ. അല്ല, ഈ പ്രോജക്റ്റിന്റെ ഒരു ടൈപ്പോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടർ, ഈ പ്രോജക്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും അതാണ്. ഞങ്ങള് ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ഒരു പ്രോജക്റ്റ് ആരും അറിയാലോ, നമ്മൾ ഗസീബോ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്തു. അതായത് എല്ലാം 4 ബെഡ്റൂം ആയിട്ട്. തൃപ്പൂണിത്തുറയിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല. തൃപ്പൂണിത്തുറയിലുള്ള പ്രോജക്റ്റുകളൊക്കെ 2 ബെഡ്റൂം ഉണ്ട്, 3 ബെഡ്റൂം ഉണ്ട്, 4 ബെഡ്റൂം ഉണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് ആണ്. അവിടെ എല്ലാം 4 ബെഡ്റൂം ആയിട്ട് ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്തു. പക്ഷെ അത് വളരെ ഡിമാൻഡിങ് ആയിരുന്നു, വളരെ ഈസി ആയിട്ട് അത് പോയി. അപ്പൊ അന്നേരമാണ് നമുക്ക് 4 ബെഡ്റൂമിന്റെ ഒരു റിക്വയർമെന്റ് ഇത്രയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 20 യൂണിറ്റ് 4 ബെഡ്റൂം ഉണ്ട്, 20 യൂണിറ്റ് 3 ബെഡ്റൂം ഉണ്ട് ഈ ടവറിൽ. 2020. ഇതിന്റെ ടൈപ്പോളജി എങ്ങനെയാണ്? ഒരു ഫ്ലോറിൽ 4 യൂണിറ്റ് ആണ് വരുന്നത്. 2 3 ബെഡ്റൂമും 2 4 ബെഡ്റൂമും. 3 ബെഡ്റൂംസ് 1650 സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ്. ആൻഡ് 4 ബെഡ്റൂം വരുമ്പോൾ 2200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2200 4 അറ്റാച്ച്ഡ്. നോർമലി ഈ 4 ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക്
ഉള്ള പോലെ അല്ല, 4 അറ്റാച്ച്ഡ് ആണ്, കൂടാണ്ട് ഒരു പൗഡർ റൂമും ഉണ്ട്. 4 ബെഡ് 5 ടോയ്ലറ്റ്സ് വരുന്നുണ്ട്. ഇതിലിപ്പം എങ്ങനെയാ ഇതിന്റെ വ്യൂ ഡയറക്ഷൻസ് ഒക്കെ ഇരിക്കുന്നത്? ഇത് ആക്ച്വലി നമ്മളിതൊരു സിറ്റിക്കകത്താണല്ലോ, ഇതൊരു സിറ്റിക്കകത്ത് നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് വരുമ്പോഴത്തേക്ക് സിറ്റി ലൈഫും ആൾക്കാർക്ക് കിട്ടണം. അതോടൊപ്പം തന്നെ ഇവർക്ക് നമ്മളെപ്പോഴും ഒരു വീട്ടിലെത്തുക എന്ന് പറഞ്ഞ ഒരു ഗ്രീനറിയും, കൊച്ചി എന്ന് പറയുമ്പോൾ ഒരു വാട്ടർ ഫ്രണ്ട്, വാട്ടർ വ്യൂ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. കാര്യം കൊച്ചിയിലെ ആൾക്കാർ വിറ്റുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പ്രോജക്റ്റിന്റെ തൊട്ട് ബാക്ക് സൈഡ്, അതായത് പ്രോജക്റ്റിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു വില്ല പ്രോജക്റ്റ് ആണ്, ഒരു വില്ല കോംപ്ലക്സ് ആണ്. ഒരു പ്രോജക്റ്റ് അല്ല, അതൊരു ഹൗസിംഗ് കോളനിയാണ്. ഈ ഹൗസിംഗ് കോളനിയുടെ ബാക്കിലായിട്ട് നമ്മുടെ കണിയാമ്പുഴ ലേക്ക് ബാക്ക് വാട്ടേഴ്സ് ആണ്. അപ്പം നമ്മുടെ ഈ ഹൗസിംഗ് പ്രോജക്റ്റിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്. അത് കൂടാണ്ട് ഒരു ഗ്രീൻ ഐലൻഡ് ഉണ്ട്. അപ്പൊ ഈ ഗ്രീൻ ഐലൻഡും ബാക്ക് വാട്ടേഴ്സിലേക്കും എല്ലാ യൂണിറ്റിന്റെയും ബാൽക്കണി ഫേസ് ചെയ്യുന്ന രീതിയിലാണ് കുമാർ ഗ്രൂപ്പ് ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആർക്കിടെക്ട് കുമാർ ഗ്രൂപ്പാണ്. സിറ്റിയുടെ സെന്ററിലാണെങ്കിലും വ്യൂ നമുക്ക് 2-3 റൂംസ്, അവര് മെട്രോയിൽ നിന്ന് ഇറങ്ങി ഏറ്റവും തിരക്കുള്ള റോഡിൽ നിന്ന് വീട്ടിലോട്ട് കയറി, വീട്ടിൽ വന്ന് കതവ് തുറന്ന് വീടിനകത്തുനിന്ന് വെളിയിലേക്ക് നോക്കിയാൽ ഒരു വാട്ടർ വ്യൂവും ഒരു ഗ്രീനറി വ്യൂ ആണ് കിട്ടുന്നത്. അതൊരു എക്സൈറ്റിംഗ് സാധനമാണ്. അത് ഞങ്ങളുടെ ഇത്രയും നാളത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ച പോലെ നമ്മളിപ്പോൾ ജസ്റ്റ് പൈലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ 50% യൂണിറ്റുകൾ വിറ്റുപോയി എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഒരു പ്രോജക്റ്റ് ഒക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചി റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിലൊക്കെ. പക്ഷേ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഞാൻ ഇതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നമുക്ക് ഈ ഒരു അവസരങ്ങൾ ഒരു ബിൽഡറുടെയും ഒരു പ്രോജക്റ്റിലും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ 50% യൂണിറ്റ് നമുക്ക് ലോഞ്ചിങ്, അതായത് ഭൂമി പൂജ കഴിഞ്ഞ് പൈലിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള പീരീഡിൽ നമുക്ക് വിൽക്കാൻ പറ്റിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ആൾക്കാരുടെ മനസ്സിലേക്ക് വന്നതുകൊണ്ടും ഡെഫിനറ്റ്ലി ആ ലൊക്കേഷന്റെ അഡ്വാൻറ്റേജ് ആണ്. ആ ഏരിയയ്ക്ക് അത്രയും ഡിമാൻഡും ഉണ്ട്. തീർച്ചയായും ഡിമാൻഡ് ഉണ്ട്. ഒരുപാട് പുതിയ പ്രോജക്ട്സുകളും അവിടെ വരുന്നുണ്ട്. നമ്മൾ ഇതിന്റെ അമ്യൂണിറ്റീസിലേക്ക് ഇറക്കുകയാണെങ്കിൽ ഇതില് ഒബ്വിയസ്ലി ഒരു ലക്ഷറിയുടെ ഒരു ഫ്ലേവർ ശരിക്കും വന്നു, ലൊക്കേഷൻ വൈസും ടൈപ്പോളജി വൈസും വ്യൂ വൈസും. ഇനി അവിടെ കിട്ടുന്ന പ്രൊവിഷൻസ് എങ്ങനെയായിരിക്കും? കാരണം സിറ്റിയിലേക്ക് ജനറലി വരുമ്പോൾ ഇത് ഭയങ്കര ക്രാമ്പായിട്ട് കാണാറുണ്ട് മിക്കവർക്കും. തീർച്ചയായിട്ടും ഇതില് നമ്മൾ സിറ്റിയിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എല്ലാവർക്കും ഉള്ളത് പാർക്കിംഗ് ഒരു വലിയ കൺസേൺ ആണ്. നമുക്ക് ഒരു പാർക്കിംഗ് ആണ് ഒരു അപ്പാർട്ട്മെന്റിന് നോർമലി കിട്ടുക. എന്നാൽ നമ്മൾ ഈ പ്രോജക്റ്റ് ഡിസൈൻ സമയത്ത് തന്നെ നമ്മൾ ഒരു കാര്യം, ആർക്കൊക്കെ ഒന്നിൽ കൂടുതൽ പാർക്കിംഗ് ആവശ്യമുണ്ടോ അവർക്ക് ബാക്ക് ടു ബാക്ക് പാർക്കിംഗ് കൊടുക്കാവുന്ന രീതിയിൽ, അവരുടെ 2 വണ്ടിയും ഒന്നിന് പുറകിൽ ഒന്നായിട്ട് ഇടാവുന്ന രീതിയിൽ ഉള്ള പാർക്കിംഗ് കൂടെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ പാർക്കിംഗ് അവൈലബിൾ ആണ്, റൈറ്റ് ഇപ്പോഴും അവൈലബിൾ ആണത്. അപ്പം ഒന്നിൽ കൂടുതൽ വണ്ടിയുള്ളവർക്ക് പാർക്കിങ്ങിന് തീർച്ചയായിട്ടും അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. ആൻഡ് അനദർ തിങ്, ബാക്കിയുള്ള അമ്യൂണിറ്റീസിലേക്ക് ഇപ്പോൾ പൂളായാലും ക്ലബ് ഹൗസ് ആയാലും സ്വിമ്മിംഗ് പൂൾ, ഇതൊന്നും അല്ലാതെ തന്നെ നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ എൻ്റയർ ടെറസ് ഏരിയ, അപ്പോൾ അവിടെ ബാർബിക്യൂ ഏരിയ ആയാലും കുട്ടികളുടെ പ്ലേ ഏരിയ ആയാലും ഒക്കെ 50% റൂഫ് ടോപ്പ് ഏരിയ നമ്മൾ സോളാർ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ കോമൺ ഏരിയ ഇലക്ട്രിസിറ്റി ഒക്കെ സോളാർ പവേർഡ് ആണ്. ജിം എല്ലാം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ജിം ഉണ്ട്, സ്വിമ്മിംഗ് പൂള്, മൾട്ടിപർപ്പസ് ഹോള്, ഇൻഡോർ പ്ലേ ഏരിയ, ഇതെല്ലാം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. പ്രൈസിലേക്ക് വരുമ്പോൾ ഐ തിങ്ക് ഇപ്പൊ പൈലിംഗ് സ്റ്റേജ് ആണ്. ഇപ്പം എപ്പോഴും ഞാൻ പറയാറുള്ളൊരു വ്യൂവേഴ്സിനോടാണെങ്കിലും കസ്റ്റമേഴ്സിനാണെങ്കിലും പറയുന്നത് ഈ ഒരു സ്റ്റേജ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇൻ ടേംസ് ഓഫ് പ്രൈസിങ്. എല്ലാം കൊണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു മൊമെന്റ് ആണ്, പ്രത്യേകിച്ച് ടൈം ഉള്ളവർക്ക്, നോക്കിയെടുക്കാനുള്ളവർക്ക്. തീർച്ചയായിട്ടും ഇതിന്റെ ടൈം ലൈനും പ്രൈസിംഗും ഒന്ന് ഷെയർ ചെയ്യാം. ഇതിന്റെ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ 36 മന്ത്സിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 36 മാസം
ഇനി ഒരു 35 മാസം കൊണ്ട് ഈ പ്രോജക്റ്റ് തീരുന്ന രീതിയിലാണ് ഞങ്ങൾ ഇന്റേണലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം 7,800 റുപ്പീസാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ആൻഡ് 4th ഫ്ലോർ ഓൺവേർഡ്സ് ഒരു 50 റുപ്പീസ് ഫ്ലോർ റേസ് ചാർജസ് ഉണ്ട്. ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അടുത്തൊരു മൈൽ സ്റ്റോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോജക്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ കഴിയുമ്പോഴത്തേക്ക് അവിടെ ഏറ്റവും കുറഞ്ഞ ഒരു 9,000 റുപ്പീസ് പ്രോജക്റ്റിനൊരു വാല്യൂ വരും. സിമിലർ ഇപ്പം ഇതിൻ്റെ അടുത്തുള്ള പല പ്രോജക്റ്റുകൾക്കും പ്രൈസിങ് വളരെ വളരെ കൂടുതലാണ്. മെയിൻലി ഇതെല്ലാം ഈ പ്രൈസ് എല്ലാം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഈ സ്ഥലത്തെല്ലാം മെട്രോ അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലാൻഡ് പ്രൈസ് വളരെ കൂടി. ഒരു ആവറേജ് അവിടുത്തെ ഒരു ലാൻഡ് പ്രൈസ് റിയലിസ്റ്റിക് ലാൻഡ് പ്രൈസ് അല്ല, അവിടുത്തെ മെട്രോ കൊടുത്തതും ഇപ്പോൾ ഉള്ള മാർക്കറ്റിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് 45 ലക്ഷം രൂപയാണ്. 45-50 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി കുറച്ച് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15-20 ലക്ഷം രൂപ പ്രൈസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്, ലാൻഡ് ലൊക്കേഷനായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ലാൻഡ് പ്രൈസ് ഈ പ്രൈസിംഗിലാണെങ്കിലും അവിടെ ഹൈ ഡിമാൻഡും ഞാൻ ആദ്യമേ തന്നെ അരുണിന്റെ അടുത്ത് പറഞ്ഞതാണ്, ഞങ്ങളുടെ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ബിഫോർ ഫയലിംഗ് 50% വിറ്റിട്ടുള്ള ഒരു പ്രോജക്റ്റും ഉണ്ടായിട്ടില്ല. ഒരു പ്രോജക്റ്റും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു ഇതിൽ 50% വിറ്റിട്ടുള്ള ഒരു പ്രോജക്റ്റും ഇപ്പം അറിയാലോ, അരുണിന് അറിയാലോ. ലൊക്കേഷന്റെ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റിയുടെയും ശരിക്കും മാറ്റർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. സോ ഇപ്പം സൈറ്റ് വിസിറ്റ്സ് എല്ലാം ഓണാണ്. നമുക്ക് ഓൺലൈനായിട്ടും വെർച്വലി നമ്മൾ പ്രോജക്ട്സ് കാണിക്കുന്നുണ്ട്. ആൻഡ് മാക്സിമം ലൊക്കേഷൻ വന്ന് വിസിറ്റ് ചെയ്യും. ലൊക്കേഷൻ അധികം അറിയാത്ത ആൾക്കാർ ലൊക്കേഷൻ വന്ന് വിസിറ്റ് ചെയ്താലേ അതിന്റെ ഒരു ഡിസ്കസ് ചെയ്തെല്ലാം ലൈവായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ഇമ്പോർട്ടൻസും കണക്ടിവിറ്റി എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ വെർച്വലി അബ്രോഡ് ഉള്ളവർക്ക് വെർച്വലി ഒരു ടൂർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതും ചെയ്യാം. ലൈവായിട്ട് അവിടെ VC ചെയ്യണമെങ്കിലും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാം. സോ അപ്പം എന്തായാലും ഇതൊരു ഗ്രേറ്റ് ലോഞ്ച് ആയിട്ട് ഇതിന്റെ കംപ്ലീഷൻ നടക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്.